ഞാനിപ്പോ ദയാസുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയില ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയ. ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഷെഫീന ബീവി പറയുവാണ് മഞ്ജു പിള്ളയുടെ മകളോട്, മോളെ നീ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക, ഗോവിന്ദചാമി പോലുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. 3 ഭർത്താക്കന്മാരെ കൊന്ന ഒരു വ്യക്തിയാണ് ഷെഫീന ബീവി എന്ന്. ഷെഫീന ബീവി സ്വയം തുണ്ട് വിറ്റ് ജീവിക്കുന്നു. ദിയാസനെയാണ് ഷെഫീന ബീവിയെ കുറിച്ച് ഇങ്ങനെയുള്ള കുറെ ആരോപണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഞാൻ അതിനെ കുറിച്ച് മുക്തമായിട്ട് വെച്ചു തരാം, നിങ്ങൾ അത് തീർച്ചയായിട്ടും കേൾക്കണം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഷെഫീന ബീവി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന്. ഷെഫീന ബീവി എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ചെറുതായിട്ട് പുള്ളിക്കാരി പറയുന്നത് ശരിയല്ലേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യമാണ്, എങ്ങനെയുള്ള ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ധരിക്കാം. ഷെഫീന ബീവി വന്ന് പറയുവാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിക്കേണ്ടാന്ന്. ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചാൽ. 97% അല്ലെങ്കിൽ 95% ആണുങ്ങൾ നല്ലതാണ്, പക്ഷെ എല്ലാവരും നല്ലതാണെന്ന് അങ്ങ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയറി പിടിച്ചെന്ന് വരും. അങ്ങനെയുള്ള ആണുങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. നിങ്ങളുടെ ശരീരം സൂക്ഷിക്കൂ എന്ന് ഷെഫീന ബീവി പെൺകുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷെ അതിനെതിരെ ഷെഫീന ബീവിക്ക് നല്ല രീതിയിൽ തെറിയാണ് കിട്ടുന്നത്. ഈ റെന ഫാത്തിമ, ദിയാസന, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അതിനെതിരെ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം. ഷെഫീന ബീവി പറയുന്നത് ശരിയെന്ന് തോന്നുന്നവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ഷഫീന ബീവി. കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ മോൾ ദയനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആദ്യം ഷോർട്ട് ക്ലിപ്സ് ആണ് കണ്ടത്. ആൻഡ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു ടൈം കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഈ തള്ളേൻ എന്റെ കൺമുമ്പിൽ കിട്ടിയത് ഞാൻ വലിച്ചു കീറിയത്. ഷെഫീന ബീബി പറയുന്നത് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഷെഫീന ബീബി പറയുന്ന കാര്യങ്ങളാണോ ഒന്ന് കടിഞ്ഞാണ് ഇടേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ വൃത്തികെട്ട രീതിയിൽ പറയാതെ മാന്യമായിട്ട് പറയാമായിരുന്നു എന്നാണ് എനിക്കിത് കേട്ടപ്പോ തോന്നിയത്. ഇവറ്റകളൊക്കെ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഡ്രസ്സ് ഇല്ലാണ്ട് നടന്നാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് കാലഘട്ടമാണല്ലേ ഇത്. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവര് ആ വ്യക്തിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ അതിനകത്ത് പറയുന്ന കുറച്ച് കോണ്ടന്റുകളുണ്ട്. ഫെമിനിസം, പണ്ട് നടന്ന മാറുമറയ്ക്കൽ സമരം, സെക്ഷൽ ലൈഫ്, ഇതിനെപ്പറ്റി ഒന്നും വിവരം, ഇത് കുറച്ച് പണ്ടെങ്ങോ ബുക്കി പഠിച്ച കുറെ സമരങ്ങൾ മാത്രം വെച്ചല്ല ഒരു കോണ്ടന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തോന്നുന്നത് പോലെ നടക്കും. ഇനിയിപ്പോ എന്തായാലും ഷെഫീന ബീവി അങ്ങ് വെറുതെ വിട്ടേക്ക്, അതായിരിക്കും നല്ലത്. ശരിക്കും അങ്ങനെ ഒരു കണ്ടന്റ് ഷെഫീന ബീവി ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി പെൺമക്കളൊന്നും ഇതൊന്നും കണ്ട് അനുകരിക്കാതിരിക്കാനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ഇതുപോലെ നടക്കുന്ന സ്ത്രീകളും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെഫീന ബീവിയെ. അതില് അവര് സെക്ഷൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതിൽ അവർ വളരെ വൃത്തികെട്ട ഒരു ടേം യൂസ് ചെയ്ത് വരെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണ്. നിങ്ങൾ ഷെഫീന ബീവി പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീവി പറഞ്ഞ വാക്കുകൾ കുറച്ച് അതിര് വിട്ടോ എന്നൊരു സംശയം. അതേ ഞാനും പറയുന്നുള്ളൂ. ഷെഫീന ബീവി പറഞ്ഞതൊക്കെ ഓക്കെയാണ്, എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ യുഗത്തില് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീവിയുടെ വാക്കുകൾ ഇച്ചിരി അതിര് വിട്ടുപോയെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത് പോർട്രേ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, അത്ര അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവൾ പുറത്തിറങ്ങട്ടെ, ആളുകൾ പിടിക്കട്ടെ, ആണുങ്ങൾ പിടിക്കട്ടെ. എന്റെ നാട്ടിലും എനിക്കറിയാവുന്ന ആണുങ്ങളൊന്നും ഇതുപോലെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്ന ഉടനെ പിടിക്കാൻ നിൽക്കുന്നതല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ച ഉടനെ കയറി പിടിക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ എന്തോരം പെണ്ണുങ്ങളാണ് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ ഒരു പെണ്ണുണ്ട്. അവര് വക്കീലാണ്, പക്ഷെ പഠിച്ച് വക്കീലായതാണ്. ആ വക്കീല് പണിക്കൊന്നും പുള്ളിക്കാരി പോകുന്നില്ല. ഡ്രസ് ഊരിക്കാണിക്കൽ പരിപാടിയാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. ആ സബ്സ്ക്രിപ്ഷനിലൂടെ ഒരുപാട് പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. വക്കീലിന് പണിയേക്കാളും കൂടുതൽ കാശ് കിട്ടുന്നുണ്ട്. ഷെഫീന ബീവി പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ തൊലയാടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്.
അതിനിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ സൈക്കിൾ ഓടിച്ചത്, ഫസ്റ്റ് ചുരിദാർ ഇട്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിവരമില്ല. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിങ്ങിനെ പറ്റിയും വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഫോട്ടോ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. അപ്പോ ഷെഫീന ബീവി പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരുപാട് ആണുങ്ങളുണ്ട്, പിന്നെ ഈ ഗോവിന്ദച്ചാമിയെ പോലെ എന്ത് ഇങ്ങനെ വന്ന് കയറി പിടിച്ചേക്കും അങ്ങോട്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവര് കയറി കടന്നാക്രമിക്കുക വരെ ചെയ്യുന്ന ആണുങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വല്ല ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എതിർക്കാനോ ഒന്നും ചിലപ്പോൾ സമയവും സാഹചര്യവും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അത് മുൻകൂറായിട്ട് പുള്ളിക്കാരി പറഞ്ഞതാണ്. ഇനിയിപ്പം ബാക്കിയും കൂടെ കേൾക്കാം. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അതൊരു മോഡലിംഗിന്റെ പാർട്ടാണ്. അതിന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തു വെച്ച് നീ തുണിയില്ലാതെ നിൽക്കുന്നു, നിന്റെ വീട്ടുകാർ മറ്റതാണ്, നിന്റെ തന്ത എങ്ങനെയാണോ നിന്റെ തള്ള എങ്ങനെയാണോ, നിങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒത്തിരി നല്ല സ്ത്രീകൾ കാണും, മനസ്സിലായില്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായം കാണുമല്ലോ. അപ്പൊ ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ സ്ത്രീകൾ ഈ പറയുന്നത് പോലെ റിലീജിയസ് ആയിട്ട് ഖുർആനൊക്കെ വായിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. നിങ്ങൾ ദേവി ഇത് ബാക്കിയുള്ളവരെ പുറത്തോട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്നത് പോലെ അപരാധം പറയാനായിട്ട് നിൽക്കരുത്. വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവരെ ചീത്തവിളി നിങ്ങൾ കേൾപ്പിക്കുന്നത്? പിന്നെ ഞാൻ ഇനി എടുത്തു പറയാനുള്ളത്, ഇവരിപ്പോ ഇനി എന്തായാലും ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് പുള്ളിക്കാരി പറയുന്നത് നോക്കുക. ഒരു വലിയ പ്രശ്നമില്ലാതെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ദിയാസന എന്താണ് ഷെഫീന ബീവിക്കെതിരെ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് വളരെ വലിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു തെളിവില്ലാതെയാണ് ദിയാസന പറയുന്നത്. 3 ഭർത്താക്കന്മാരെ പുള്ളിക്കാരി ഇല്ലാണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അവരെന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ടു. ഹലോ ഗൈസ്, അതെ, ഞാനിപ്പോ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയില ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയ. ഓക്കെ ദിയാസന, മഞ്ജു പിള്ളയുടെ മകളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അവരെ ഇഷ്ടമില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ശരിക്കും ഷെഫീന ബീവി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവരുടെ വസ്ത്രധാരണം ഇത്തിരി കെയർ ചെയ്ത് ഇച്ചിരി നല്ല രീതിയിലാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വസ്ത്രം എന്ന് പറയുന്ന ആർക്കും എങ്ങനെ വേണമെങ്കിലും ധരിക്കാം, അതൊക്കെ ഓക്കെ തന്നെയാണ്. ഷെഫീന ബീവി പറയുന്നതിൽ ചെറിയ ശരിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഉള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ച് നടന്നു കഴിഞ്ഞാൽ നിലവിൽ വരുന്ന തലമുറകളും ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. സുജിത്ത് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. പിന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല മഞ്ജു പിള്ളയുടെ മകള് വളരെ മോശപ്പെട്ട സ്ത്രീയാണ്, വളരെ വളരെ മോശപ്പെട്ട സ്ത്രീയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ വസ്ത്രധാരണത്തെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട്, അതെന്തായാലും ശരിയാണ്. കുറച്ച് തെറികളും പറയുന്നുണ്ട്, അതും ഓക്കെയാണ്. ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പല ആവർത്തി സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേര്, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ദിയാസന പറയുന്ന തെളിവുണ്ടോ? കാര്യം എന്താ വെച്ചാൽ നാവ് കൊണ്ട് നമുക്ക് എന്തും ഏത് ശത്രുക്കളെ കുറിച്ച് വേണമെങ്കിലും പല കാര്യങ്ങളും പറയാം. പക്ഷെ അതിന് തെളിവുണ്ടോ? ശരിക്കും അതാണ് ശരി. ഒരു തെളിവ് വെച്ച് സംസാരിക്കുന്നതല്ല അതിന്റെ ശരി. ദിയാസന അങ്ങനെയാണല്ലോ, തെളിവുകൾ വെച്ച് സംസാരിക്കത്തുള്ളൂ. പക്ഷെ ഇതെന്ത് പറ്റി? പക്ഷെ ഷെഫീന ബീവി ആണെങ്കിലും തെളിവ് വെച്ചിട്ട് ഷെഫീന ബീവി സംസാരിക്കാറുള്ളൂ. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിട്ട് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ശരിക്കും ഷെഫീന ബീവി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിയാസന ഈ ഏത് ഷെഫീന ബീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയാൻ വയ്യ. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ദിയാസനയോട് ഒരു കാര്യം പറയാം, ഈ കേരളത്തിൽ കുറെ പേര് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ വലിയൊരു ആപത്ത് തന്നെയാണ്. ദിയാസന പറയുന്നത് മഞ്ജു പിള്ളയുടെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. ദിയാസനയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. തോന്നിയ രീതിയിൽ ഡ്രസ്സ് കാണിച്ച് അവിടെ ഇവിടെയൊക്കെ കാണിച്ച് നടക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ താല്പര്യം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. ഈ കേരളത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അവർക്ക് ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളുടെയൊക്കെ അച്ഛനും അമ്മമാർക്കും ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായിലെ പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ദിയാസന പറയുന്നത് കേട്ടില്ലേ, 3 ഭർത്താവിനെ ഇല്ലാണ്ടാക്കിയ ഒരാളാണ് ഈ ഷെഫീന ബീവി എന്ന്. അതെന്ത് ധൈര്യത്തിലാണ് ഈ വന്ന് പറയുന്നതെന്ന് നോക്കിയാൽ പബ്ലിക്കായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഷെഫീന ബീവി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിയമത്തിന് മുമ്പിൽ അവരിങ്ങനെയൊക്കെ നടക്കുവോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമുക്ക് വിമർശിക്കാം. എന്തായാലും ഞാനും വിമർശിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തെങ്കിലും അരുതാത്തത് കണ്ടു കഴിഞ്ഞാൽ. എന്തൊക്കെയാ പറയുന്നത്? ഈ 3 പേരെ ഇല്ലാണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ തുണ്ട് വീഡിയോ വിറ്റു. എന്തൊക്കെയാണിത്? ഇങ്ങനെയാണോ വിമർശിക്കേണ്ടത്? ഇതാണോ വിമർശനം? മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക, ഇങ്ങനെ കുറച്ച് തെറിയും പറഞ്ഞു, അതിന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം. ഈ ഷെഫീന ബീവിയെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും യൂട്യൂബിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കുറച്ച് തെറി പറയും, അതൊക്കെയാണ്. ഷെഫീന ബീവിയുടെ സംസാരം ഇത്തിരി ഓവറാണ്. അതിൽ എനിക്കൊന്നും പറയാനില്ല. അവര് തെറി വിളിക്കുന്നതും അവരുടെ ഒരു സംസാരവും ഭയങ്കര അഹങ്കരിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവര് പറയുന്നുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല കേട്ടോ. അവര് പറയുന്നത് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയക്കണം. ഒരു ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞൂടാന്ന് മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. എന്ത് വൃത്തികേടാണ് ഷെഫീന ബീവി പറഞ്ഞത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ കുറച്ച് പോരായ്മകളും ഉണ്ട്. ഷെഫീന ബീവി പറഞ്ഞ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള തലമുറക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതി പറഞ്ഞതിൽ ഞാൻ ഷെഫീന ബീവിയുടെ കൂടെയാണ്. കാര്യം ഒരുപാട് ആണുങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള പെൺകുട്ടികളുടെ കാര്യവും വളരെ വലിയ കഷ്ടത്തിൽ തന്നെയായിരിക്കും. ഇതുപോലെയൊക്കെ പെൺകുട്ടികൾ നടക്കാൻ തുടങ്ങും. ഇനിയുള്ള ആണുങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങും. ഒരുപാട് പീഡനവും കാര്യങ്ങളും ഒക്കെ നടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭർത്താവിനെ ഇല്ലാണ്ടാക്കി എന്നുള്ളൊക്കെ, ഭർത്താവിനെ എന്നല്ല ഭർത്താക്കന്മാരെ ഇല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവര് ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ദീർഘനിശ്വാസങ്ങൾ. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയി. തന്നെ പറയുന്നത് 68 കേസുണ്ട്, പക്ഷെ ഒന്നിലും FIR ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ ഇടും? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ 68 കേസ് വന്ന് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ എങ്ങനെയാണ് FIR ഇടുക? നിലവിൽ എന്റെ അറിവിൽ തന്നെ ഉള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. 2018 മുസ്ലിംസിന് അഗെയിൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 22 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞ് അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞും ഒക്കെ. എനിക്ക് അറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ചു വെച്ച് അവൾക്കെതിരെ FIR ഇട്ടു. ഷെഫീന ബീവി ജാസ്മിൻ ജാഫറിന്റെ കാര്യത്തിൽ പറഞ്ഞത്, ജാസ്മിനെ നീന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ ഓപ്പൺ ആയിട്ട് ഗബ്രിക്കൊപ്പം റൂം എടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ഷെഫീന ബീവി പറഞ്ഞത്. അപ്പൊ ജാസ്മിന്റെ വ്ലോഗ് കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത് എന്തായിരിക്കും? ജാസ്മിൻ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതേ പിന്നെ ഞങ്ങള് ഒരുമിച്ച് ഈ ഒരു റൂമിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടലിലാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുക? അതെന്തായാലും വിമർശിക്കപ്പെടും. ഷെഫീന ബീവി പറയുന്നത് നീ പേഴ്സണലി എന്ത് ചെയ്തോ, പക്ഷെ ഈ നാട്ടുകാരുടെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അതിലെന്താണ് ഉള്ളതെന്ന് പറ. നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ കിക്കിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൂട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും.
ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ എന്നെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷഫീന ബീവിയോട് പറയുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്യും. ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടുവാണ് കേട്ടോ ചെയ്യുന്നത്. ഷഫീന ബീവി ലക്ഷങ്ങൾ തട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരു തെളിവെങ്കിലും കൊണ്ടുപോവാ, അതാണ് ചെയ്യേണ്ടത്. തെളിവ് വെച്ച് സംസാരിക്കുക. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. മാനക്കേടും നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ മഞ്ജു ചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയന പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗയിൽ കാശ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഒരു പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സ്ത്രീ ആയിട്ടുള്ള രേണുസുതി കൈൻഡ് ഓഫ് എന്തോ ആവട്ടെ, പല പ്രശ്നങ്ങൾ അവരുടെ ഉണ്ട്, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്, അവർ ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇന്നൊരു രോഗിയായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ പോലും വെറുതെ വിടാതെ പച്ചമാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഒരു സ്ത്രീയാണ് ഇവളെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വിഷയങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ജാഗ്രത ഉണ്ടായത്. എന്നെ ഏകദേശം 2018 മുതൽ ഈ സ്ത്രീ ആക്രമിക്കുന്നുണ്ട്. എന്റെ ഫാമിലി, എന്റെ കുടുംബം, എന്റെ ഹിസ്റ്ററി ഒക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് എന്നെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ കേസുകൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കേസുകൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും സീനാദേവി കുഞ്ഞമ്മയെ പോലെ ഒരാളിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, യൂട്യൂബർ രാജനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷ് ഗുഡ്, അത് അടിപൊളി. അത്തരത്തിൽ തന്നെ എല്ലാ കേസുകളും നടക്കട്ടെ. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഇതുപോലെ ഒരു വിഷജന്തുവായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളിൽ FIR വരാത്ത സാഹചര്യത്തിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടങ്ങളായി ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന്മേൽ നല്ല ആക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ ചോദിക്കും എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. അവരുടെ കയ്യിൽ റെക്കോർഡിക്കലി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവരത് പബ്ലിഷേഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഈ വിഷയം സംസാരിക്കുന്നത് ഒരു മനുഷ്യരെ പോലും വെറുതെ വിടാതെ ഈ സ്ത്രീ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി തരണം എന്നുള്ളത് കൊണ്ടാണ്. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ഈ വിഷയത്തിൽ ചേച്ചിക്ക് അറിയുന്ന വിഷയങ്ങളെ പറ്റി സംസാരിക്കാം. എന്തായാലും ദിയാസാന പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഫുൾ എന്തായാലും കാണണം കേട്ടോ, കണ്ടിട്ടില്ലാത്തവരൊന്നും എന്തായാലും കാണണം. അപ്പം ഇതിനെക്കുറിച്ചുള്ള മറുപടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ റെന ഫാത്തിമ ഒക്കെ ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് റെന ഫാത്തിമ അയച്ചേക്കുന്ന എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളേന്റെ തലയിൽ തേങ്ങ വീണ് ചാവണമെന്ന്. ഇങ്ങനെ ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ചൂടൻ വാർത്ത തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പേരാണ് ഷഫീന ബീവിയെ കുറ്റം പറഞ്ഞെത്തുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ദയവായിട്ട് കമന്റ് ചെയ്യണം. കാര്യം ഇത് നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല. കാര്യം ഇതില് ഷഫീന ബീവി പറയുന്നതാണോ ശരി, പിന്നെ അല്ലാതെ തെറ്റാണോ ഷഫീന ബീവി പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരുടെ കൂടെയാണ്, എന്തിന്റെ കൂടെയാണെന്നുള്ളത്, ന്യായത്തിന്റെ കൂടെയാണോ എന്നുള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് തീർച്ചയായിട്ടും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.